റബ്ബേ നേരം വെളുത്ത് എത്ര പെട്ടെന്നാ നേരം വെളുക്കണത്. ഈ പേരന്റെ ഉള്ളത്തെ പണിയോട് കഴിഞ്ഞിട്ട് വേണമെങ്കിപ്പോ അങ്ങോട്ട് പണിക്ക് പോവാൻ. ആകെ കച്ചറയാണ് നേരത്തൊക്കെ. കുറച്ചൊന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണല്ലോ, പാവം വാങ്ങണം. പക്ഷെ എന്തൊക്കെയാ കാട്ടിനിപ്പോ ലോൺ അടക്കാനുണ്ട്. ഒക്കെ കൂടെ ഒരു കഥ ആവണാവും, അറിയില്ല. എന്തൊരു ചമ്മലേ ചാർന്നത്. സൈനബാ, എന്താ പണിയൊന്നും ഇല്ലേ? ഉണ്ടേ, ഇവിടുത്തെ പണിയോള് കഴിഞ്ഞിട്ട് വേണം ആണ്ട് പോവാനിച്ചിട്ട് നിക്കാണ്. അന്നെ സമ്മതിക്കണം മോളെ, ഒരു പേരന്റെ ഉള്ളത്തെ പണിയോളൊക്കെ തീർത്തുങ്ങാണ്ട് ഇനി വേറൊരു പേരേക്കും കൂടി പോവുക. എന്താ ചെയ്യ, പണിക്ക് പോവല്ലാതെ ഇപ്പൊ ഒരു മാർഗവും ഇല്ലല്ലോ. ലോൺ അടക്കാണ്ട് ഓരോരുത്തരെയൊക്കെ വാങ്ങിയിട്ടുള്ള പൈസ ഒക്കെ ഇല്ലേ, അതൊക്കെ കൊടുക്കാനൊക്കെ ഇല്ലേ. പണിക്ക് പോയല്ലേ പറ്റുള്ളൂ. അല്ലടി, അന്റെ മകള് വിളിക്കലും വരലൊന്നും ഇല്ലേ? ഇങ്ങോട്ട് വരുന്നൊന്നും കാണലില്ല, അതാ ഞാൻ ചോദിച്ചേ. നീ രാത്രിയായിട്ട് വന്ന് പോവുണ്ടാവൂലേ? ഊളി ഇടക്കൊക്കെ വിളിച്ചും, പിന്നെ വരലില്ല. എപ്പോഴെങ്കിലും ഒന്ന് വന്നെങ്കി ആയി. പിന്നെ ഓല് ഒറ്റ മകനല്ലേ ഉള്ളു, പിന്നെ എങ്ങനെയാ ഓള് വരിക? അതുകൊണ്ട് ഓള് വരലില്ല. അതെ, എന്നുവെച്ച് വേഗം പണിയോട് നോക്കിട്ട് പോവാൻ നോക്കിക്കോ. ഇപ്പൊ തന്നെ 8:30 മണി ആയിക്കണ്. ഇനിയിപ്പൊ അനക്ക് അവർക്ക് എത്തും വേണ്ടേ? എന്നുവെച്ച് നോക്കിക്കോ. ഞാനേ ആ പീടിയേക്ക് പോവേന്. എന്നാ ഞാൻ പോയിട്ടാ. ആയിക്കോട്ടെ, എന്നുവെച്ച് ചെല്ലേ. ശരി എന്നാ. പെണ്ണിനൊന്ന് വിളിച്ചോക്കട്ടെ. പെണ്ണെന്താ ഫോൺ എടുക്കാത്തത്? ഇന്നലെ തുടങ്ങിയ അടിയാണ്. പെണ്ണിനൊന്ന് ഫോൺ എടുത്തൂടെ? പെണ്ണ് എല്ലാരും പറയണത് ശരി തന്നെയാണ്. പെണ്ണൊന്നും വരൂല്ല, ഒന്നും വിളിക്കൂല്ല. ആൾക്കാരോടൊക്കെ വജ്ജിനെ പറഞ്ഞു ഞാൻ മടുത്ത്. ഹലോ. ഞാനവിടെ പണിക്ക് വരാൻ നിക്കേന്ന്. എന്തേ വരണ്ടാന്നോ? അതെന്തിയേ? അതെ, ആയിക്കോട്ടെ എന്നാ. ശരി. പണി പോയിപ്പോ. എന്താ ഞാൻ കാട്ട? എന്തൊക്കെ ഒരു ആവശ്യമോ ഉണ്ട്. നല്ല പേരാ, അതിലൊക്കെ അടച്ചിക്കണല്ലോ. അവിടെ ബെല്ലടിക്കുന്നത്. പുറത്തു കൂടെ പോയോ? ആരാണ്? നിങ്ങളിവിടെ? ഞാനേ ബാങ്കിൽ നിന്ന് വരികയാണ്. നിങ്ങളെന്താ 2 മാസമായിട്ട് ലോണൊന്നും അടക്കാത്ത? ബാങ്കിന്നോ? എനിക്ക് പണിയില്ലപ്പേ, അതുകൊണ്ടാ ഞാൻ അടക്കാത്ത. എന്തായാലും അടുത്ത മാസം ഞാൻ അടച്ചോണ്ട്. നിങ്ങക്ക് പണിയില്ലാന്നുള്ളതേ ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇങ്ങനൊന്നും പറഞ്ഞിട്ടല്ലല്ലോ ലോൺ എടുത്തുക്കണത്. എന്തായാലും അടക്കാന്നുള്ള രീതിയിലല്ലേ ലോണൊക്കെ എടുത്തുക്കണത്. അപ്പൊ നിങ്ങൾ അടച്ചേ പറ്റുള്ളൂ. എന്തായാലും ഞങ്ങളേ 1 മാസം സാവധാനം കൂടി തരാം. നിങ്ങൾ അടുത്ത മാസം അടക്കാന്നല്ലേ പറഞ്ഞത്. അടച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ജപ്തി നോട്ടീസ് വരും കേട്ടോ. നിങ്ങൾ അടക്കിയത്. അവിടൊക്കെ ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് പേരിങ്ങള് എന്തായാലും ഇപ്പൊ വരുന്നൊന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും അടച്ചോളാം. പിന്നെ നിങ്ങക്ക് എന്നോട് ദേഷ്യം തോന്നണ്ടട്ടാ. ഇത് ഞങ്ങളൊരു ജോലി മാത്രാണ്.
ഞങ്ങൾ ഇങ്ങനെ ഒന്ന് വന്ന് പറഞ്ഞില്ലാന്നുണ്ടെ ഞങ്ങളെ ജോലി പോവും. അവിടുത്തെ ഓർഡർ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറയണം നിങ്ങളോട് വന്നിട്ട്. ഇക്കറിയാതെ നിങ്ങളെ ജോലിയാണ് എന്നുള്ളത്. സാരില്ല, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അടക്കാം. എനിക്ക് 1 മാസത്തെ സമയം കൂടി തന്നാ മതി നിങ്ങള്. നിങ്ങള് വേഗം പൈസ അടക്കാൻ നോക്കി. ശരി എന്നാ. അച്ഛനോ എന്താ ഞാൻ കാട്ടു, എനിക്കൊരു പൊടുത്തുമില്ല. നീ എന്തെങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? എന്താ എന്റെ കണ്ണും മോറൊക്കെ ഒരുചായി അയക്കണല്ലോ. ഒന്നുമില്ലടി. എന്നാലും ഇജ്ജ് പറയ്, ഒന്നുമില്ലാതെ ഇപ്പൊ ഇജ്ജ് ഇങ്ങനെ ഇരിക്കൂലല്ലോ, എന്നോട് പറയേ. എന്ത് പറയാനാ മോളെ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതും ആൾക്കാർക്ക് കൊടുത്തതും ഒക്കെ കൂടെ ഒരു കഥ. ബാങ്കിലത്തെ ആളിപ്പോ വന്നീന്ന് പൈസ അടക്കായിട്ട് 2 മാസം അടച്ചിട്ടില്ല. ഇനി അടച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ജപ്തി നോട്ടീസ് അയക്കുന്ന ഓല് പറഞ്ഞത്. 2 മാസമായിട്ട് ഓരോ പേപ്പർ ഇങ്ങനെ അയക്കുന്നുണ്ട്. ഇനി ജപ്തി ചെയ്യുന്ന ഓല് പറഞ്ഞു. ഇനി എന്താ കാട്ടാന്ന് ഒരു പുത്തുമില്ല. അപ്പൊ ഇപ്പൊ ലോണൊന്നും അടക്കലൊന്നും ഇല്ലേ? ആ 2 മാസം എനിക്ക് അടക്കാൻ പറ്റിയിട്ടില്ലേ. നോമ്പൊക്കെ കഴിഞ്ഞില്ലേ, നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് എന്നിട്ട് ഇപ്പൊ ആകെ 4 ദിവസം ഞാൻ പണിക്ക് പോയിക്കണേ. ഇനിയിപ്പോ ഓല് ചെല്ലണ്ടാന്നും പറഞ്ഞിക്കോ. അതെന്താ? ഓലെല്ലാരും കൂടി ഗൾഫിക്ക് പോവാണ്, പെര വിൽക്കാണ്. അതുകൊണ്ട് ഇനി നിങ്ങള് വരണ്ട പണിക്ക് എന്നാ പറഞ്ഞത്. എന്താ കാട്ടണ്ടെന്ന് ഒരു കൊടുത്തുമില്ല. നിങ്ങളെ പെണ്ണിനോട് കാര്യം പറഞ്ഞോ? ഇല്ല, ഓളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പൊ ഈ ലോൺ അടക്കാനുള്ള കഴിവൊക്കെ ഇപ്പൊ ഓൾക്കുണ്ടല്ലോ. നിങ്ങൾ ഓളോടൊന്ന് പറഞ്ഞാളി. ഓളെ മാപ്പിളിനോട് പറഞ്ഞിട്ട് അടച്ചോളേ. അടക്കേക്കായിരുന്നു. ഞാൻ എങ്ങനെയാ പറയാ? മോശല്ലേ മരുവനോടൊക്കെ പെരാന്റെ ലോൺ അടക്കാനൊക്കെ പറയാറില്ല. അതിനെന്താ, എന്തിനു മോശം അതൊക്കെ പറഞ്ഞ്? നിങ്ങളെ കാലശേഷം ഓൾക്ക് ആ പെര എഴുതി കൊടുക്കാന്നുള്ളത് ഒരു മുദ്ര പേപ്പറിലാണ്ട് എഴുതി കൊടുത്താ പോരെ, കാര്യം തീർന്നില്ലേ? അതുവരെ നിങ്ങക്ക് ഇവിടെ നിക്കും ചെയ്യാ. ഓൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പെരയും കൂടി അവിടെ ഉണ്ടല്ലോ. ഈ വീട് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഓളോടൊന്ന് സംസാരിച്ചു നോക്കി. ഫോൺ എടുക്കണേ എന്തേലൊക്കെ തിരക്കിലേ കാര്യങ്ങളൊന്ന് പോയി നോക്കി. ഇപ്പൊ കൊറേ ദിവസമായില്ലേ ഓളെ കണ്ടിട്ടൊക്കെ. അപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കി. എന്നാ പോയോക്കല്ലേ? എന്നാ പോയിട്ട് നിങ്ങള് വിവരം പോലെ പറയുണ്ട്. ഞാൻ വരണ്ട് എന്നാ വൈകുന്നേരത്ത്. എന്നാ ഇജ്ജ് വൈകുന്നേരം വായോ. ഓള് പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ ഓളോട്. എന്തായാലും ഇപ്പൊ എന്റെ കാലശേഷം പോക്കുള്ള തന്നെയല്ലേ പെരയും കൂടിയൊക്കെ. എന്തായാലും പറഞ്ഞു നോക്കാം. വാതിലൊക്കെ തുറന്നിട്ടിട്ടല്ല. അല്ല, ആരപ്പ ഈ വന്നിക്കണ്? ഇവിടെ കേറി. എന്താപ്പോ ഈ വഴിയൊക്കെ മറന്നിക്കണ നിങ്ങള്? എന്ത് പറയാനാണ്, പണിത്തിരക്കന്നെ. അതുകൊണ്ട് എങ്ങോട്ടൊന്നും ഇറങ്ങാണ്ട്. നിങ്ങൾ ഇരിക്കേ. ഞാൻ ഇരിക്ക. പെണ്ണവിടെ ഒത്തുണ്ടേ. സെമിയ ഓളവിടെ ഔത്ത് കിടക്ക എന്തോ ചെയ്യാണ്. ഞാനോളെ ഫോണൊക്കെ അടിച്ചിന്ന്. ഓള് ഫോൺ എടുത്തിട്ടില്ല, തിരക്കിലാ. ഓൾക്ക് തിരക്കും കാര്യമൊന്നുമില്ല. രാവിലെ പണിയോട് കഴിയും, പിന്നുള്ള സമയമൊക്കെ റെസ്റ്റ് എടുക്കൽ തന്നെയാണ്. എന്താണാവോ, ചെലപ്പം കണ്ടിട്ടുണ്ടാവൂല അതേക്കാരം. സെമിയേ, എന്തമ്മ? നിങ്ങളെപ്പളാ വന്ന്? ഞാൻ ഇതപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഞാൻ എനിക്ക് വിളിച്ചിരുന്നല്ലോ, എന്റെ ഫോൺ എടുക്കായിന്ന്. ഞാൻ റീൽസ് കാണുന്നു. പിന്നെ എന്താപ്പ എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട്? അല്ല, നിങ്ങൾ എന്തപ്പോ ഒന്നും പറയും ചെയ്യാതെ? നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് വർത്താനം പറഞ്ഞൂടെ? ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആയിക്കോട്ടെ.
അമ്മ നിങ്ങക്ക് ഈ ചീഞ്ഞൊരു ഫർദനുള്ളി എന്നും ഇടാന് ഇങ്ങോട്ടൊക്കെ വരുമ്പോ നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് ആണ് പോണൂടെ? എന്തപ്പോ ഈ ഫർദൊക്കെ ഒരു കുഴപ്പം? ഇതിലും ചീഞ്ഞ ഫർദൊക്കെ ഇട്ടിട്ടേ ഉമ്മയുടെ കുട്ടിയുടെ ഒപ്പം ഉമ്മ തോന്നിന്നല്ലോ. ആ കാലൊക്കെ ഇജ്ജ് മറന്ന? ഉമ്മ വന്നതേ എന്നോടൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്. നമ്മളെ പെരക്കെ ജപ്തി നോട്ടീസ് അയച്ചിരിക്കണ്. നമ്മോട് അവിടുന്ന് ഇറങ്ങാനാ പറഞ്ഞത്. അതിനിപ്പോ ഞാൻ എന്താട്ടാനാ? ഈ നമ്മളെ പേരൊന്ന് എടുക്കോ? എന്റെ മാപ്പിളിനോട് പറഞ്ഞിട്ട് ആ ലോണൊന്ന് അടക്കാൻ പറഞ്ഞാ മതി. സ്ഥലം ഇതൊക്കെ നിങ്ങളെ പേരിൽ ഞാൻ എഴുതി തരും. എന്റെ കാലശേഷം നിങ്ങക്ക് എന്നുള്ള രീതിയില് എഴുതാലോ. ഇത് നല്ല കഥ. ആ പെരെടുക്കേ? ആ പെരെടുക്കണേക്കാൾ നല്ല വേറെ ഏതെങ്കിലും ഒക്കെ നോക്ക. ഇക്ക എന്നോട് പറഞ്ഞത് ഒരു ഫ്ലാറ്റ് എടുക്കാന്നാണ്. അതിന്റെ തിരക്കിലൊക്കെ ഞങ്ങള് അപ്പളാ നിങ്ങളൊരു പെര ജപ്തി നോട്ടീസ് തന്ന പെര ഞങ്ങൾ എടുക്കാൻ നിക്കണത്. അങ്ങനെ പറയല്ലേ. നമ്മളെ പെര പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ എവിടെ നിക്ക? ഞങ്ങൾക്കൊന്നും വേണ്ട ആ പെരൊന്നും. അയക്കും നല്ല പെരൊക്കെ ഇപ്പൊ ഞങ്ങള് കയറ്റാൻ നിക്ക. അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങാന്ന ഇക്ക പറഞ്ഞത്. നിങ്ങളിപ്പോ എന്തായാലും നിങ്ങൾ പൊയ്ക്കോളി. ആ പെരൊന്നും എടുക്കൂല. ജപ്തി നോട്ടീസ് വന്ന് പെര ബാങ്കേരും ഉണ്ടാക്കി നന്നായി. ഞാൻ പറഞ്ഞു നിങ്ങളോട് ലോൺ എടുക്കാനി. ഉമ്മയുടെ കുട്ടി അങ്ങനെ പറയില്ല. ഉമ്മക്ക് ഒരു വഴി ഇല്ലായിട്ട് ഞാൻ എന്റെ അടുത്ത് വന്നത്. ഇച്ച് ഇങ്ങനൊക്കെ പറഞ്ഞാല് ഒന്നല്ലെങ്കിൽ ഇത്രയും കാലം അവിടെ അല്ലേ നിന്നത്. അണക്കും കൂടി വേണ്ടിട്ടില്ല ഈ ലോൺ എടുത്തതൊക്കെ. ആ മക്കളെ കെട്ടിച്ച് പറഞ്ഞേക്കണം എന്നുണ്ടെങ്കിലേ കുറച്ച് പേരക്കാര് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യേണ്ടി വരും. അയച്ചിട്ട് എല്ലാ മക്കളോടും വന്നിട്ട് പൈസ ഇങ്ങനെ ചോദിക്കണമെന്നില്ല ആരും. ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതലാന്നുള്ളൂ. നിങ്ങൾ തൽക്കാലം പോവാൻ നോക്കി. എന്തായാലും ഇപ്പൊ ആ പേരൊന്നും എടുക്കൂല. പിന്നെ എന്തായാലും ഇക്ക് നിങ്ങളൊന്നും കൂടി നോക്കാനൊന്നും വെക്കൂല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഉമ്മ പോയില്ലേ? ഈ എന്തിനാ മോളെ അങ്ങനൊക്കെ പറയാൻ പോയത്? ഒന്നല്ലെങ്കിൽ എന്റെ ഉമ്മല്ലേ ഇത്രയും കാലം എന്നെ നോക്കി വളർത്തിയല്ലേ. അതിന്റെ ലോൺ അടക്കാനുള്ള പൈസ ഇപ്പൊ എന്തായാലും എന്റെ മകന്റെ കയ്യിലുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഇന്ന് പറിച്ചോനെ എത്തിച്ചിട്ട് അതിനുള്ള സമ്പാദ്യമൊക്കെ ഓന്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് ആ വീട് എടുത്തൂടെ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ആ വീടൊന്നും ഞങ്ങൾ എടുക്കൂല. അത് ജപ്തിയായ വീടാത്ര. പാവാണത്. ഇവള് ഇപ്പൊ തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കി അപ്പൊ എന്റെ കാര്യം എന്തേക്കാരം? ഓളോളെ സ്വന്തം ഉമ്മാനെയാണ് ഇപ്പോൾ ആ കാട്ടുന്നത്. പഠിച്ചോ വാക്കട്ടെ. കണ്ണ